ഇതാ നമ്മുടെ മീൻകാരൻ ചേട്ടൻ മീനും കൊണ്ട് വന്നിട്ടുണ്ട്. പണികളൊക്കെ എനിക്ക് തന്നിട്ട് ചേട്ടൻ്റെ കറങ്ങാൻ പോവാണ് ഗൈസ്. അയ്യോ ഞാൻ കറങ്ങാൻ പോവാലോ. അമ്മച്ചി നേരത്തെ തുടങ്ങി. നമ്മളപ്പോൾ അതേ തൊടുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ, സീമാസിൽ. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഈസ്റ്റർ ഞായറിൻ്റെ തലേ ദിവസവും വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ കണ്ണ് തുറന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ബീഫായിരുന്നേ. നമ്മൾ തലേന്ന് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബീഫാണ് കിട്ടിയത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ, ആ ചേട്ടന് സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ നമ്മളോടും വിളിച്ചു ചോദിച്ചു വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ 3.5 കിലോ ബീഫ് വാങ്ങിയതാണ്. പിന്നെ ഇതാ ഞാനിവിടെ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മുടെ കഞ്ഞിക്കലാണ് കഴുകിക്കൊണ്ട്. അന്നേരം നമ്മുടെ മുറ്റത്ത് നിന്നും ഒരു ഹോണടി കേട്ടു. അപ്പം എന്താണെന്ന് നോക്കിയപ്പോൾ അവിടെ ഇതാ നമ്മുടെ മീൻകാരൻ ചേട്ടൻ മീനും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ദാ പാത്രം കൊണ്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് അതായിക്കോട്ടെ. ഇത് രണ്ടാക്കണം, അത് രണ്ടാക്കണം. 2-3 ആക്കിയാലും കുഴപ്പമില്ല. കാരണം അതാ പാകം. ഇപ്പം മുറിച്ചാൽ പാകം ഉണ്ടോ. അപ്പം അത് ഈ എരിവും പുളിയൊക്കെ കയറി പിടിക്കും. അതെ ശരിയാ. അപ്പോൾ ഇതാ നമ്മൾ ഓലക്കൊടി മീനാണ് കേട്ടോ വാങ്ങിയ. ചേട്ടൻ തന്നെ നല്ല ഫ്രഷ് പീസാക്കി വാങ്ങി. നമ്മുടെ പ്രാണിക്കും തീറ്റ കിട്ടിയിട്ടുണ്ട്. മീൻ കണ്ടിട്ടതാ ഒരു കാക്കച്ചി പറന്ന് നടക്കുന്നു. പിന്നെ പ്രാണി അവിടെ തിന്നുന്നുണ്ടല്ലോ, വേസ്റ്റൊക്കെ ഉണ്ട്. ഒരു കാക്കച്ചി ഇതായിരിക്കുന്നു. എന്ത് അത് അപ്പോൾ അതേ ബാസ്ക്യൂനെ കൊണ്ടൊക്കെ മൂത്രം ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഓ കുതിക്കുവാണ് ചർക്കൻ. മാറ്റിയേട്ടാ, പൂച്ച അവിടെ തിന്നട്ടെ, അല്ലെ പൂച്ച പേടിക്കും. ചേട്ടനെ വലിക്കണമൊക്കെ നല്ല വലിയാ. മുറുക്ക പിടിച്ചാണോട്ടോ, അല്ല പട്ടീനെ കണ്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അവനെ. പണ്ടെനിക്ക് പറ്റിയിട്ടുള്ളതാ. അവസാനം കൂച്ചി എടുത്തോണ്ട് വരുവായത്. ഇതെങ്ങോട്ടാണോ മൂത്രം ഒഴിക്കണേ? ബാസ്ക്യൂ ഇനിയിപ്പം അങ്ങനെ നമ്മൾ ബാസ്ക്യൂനെ കൊണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ചീര കഴിഞ്ഞ ദിവസം അമ്മച്ചി ഇതാ ഒടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പറായിട്ട് തളർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിന്നൊരു തോരൻ വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒടിച്ചെടുക്കണം. കണ്ണിന് കാഴ്ചയ്ക്ക് ഏറ്റവും ബെറ്ററാണ് ചീര. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഒടിച്ചെടുക്കട്ടെ.
കണ്ട. അപ്പോൾ നമുക്കിതാ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇത്രയും ചീര കിട്ടി. പണികളൊക്കെ എനിക്ക് തന്നിട്ട് ചേട്ടൻ്റെ കറങ്ങാൻ പോവാണ് ഗൈസ്. അയ്യോ, ഞാൻ കറങ്ങാൻ പോവാലോ, ചുമ്മാ പറയില്ല. ചേട്ടൻ പറമ്പിൽ പോവുകയാണ് ഗൈസ്. ചേട്ടൻ ജോലി ചെയ്യാൻ പോവുകയാണ് ഗൈസ്. പറയൂ. അപ്പം നമുക്ക് പോയി കഞ്ഞിയും കറിയൊക്കെ വെക്കാം. നാളത്തേക്കുള്ളതൊക്കെ ഇന്നങ്ങ് വെച്ച് വെക്കാം. അപ്പം ബാ. അയ്യോ, രാവിലെ എന്തുണ്ടാക്കും? അപ്പം നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു കലത്തിനകത്ത് ചോറ് വേവിച്ച് വാർത്ത് എനിക്കിപ്പോൾ വേറെ ഒരു കലത്തിലും അറിയത്തില്ല. വശമില്ലാണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ മീൻകറി വെക്കാനായിട്ട് തുടങ്ങുക. സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ കുറേ എന്തൊക്കെയോ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചൂടാക്കാമെന്ന് വെച്ചു. ചേട്ടനിനി പോയി ഈ അടുത്ത കാലത്തെങ്ങും എത്തൂല. പിന്നെ കഞ്ഞിയും വെച്ച മീൻകറിയൊക്കെ രാവിലെ അങ്ങ് വെച്ചാൽ പിന്നെ എനിക്ക് ബീഫൊക്കെ വെക്കണം. നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ബീഫൊക്കെ. മീൻകറി ഇന്ന് എടുക്കുമെങ്കിലും അതുമെല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ അത് ആൻസ് കൂട്ടനുണ്ട് കേട്ടോ. എനിക്ക് ഒരു കൂട്ടിന് എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചീര തോരൻ വയ്ക്കണം. ഒത്തിരി നാളായി ചീരക്കറി കൂട്ടിയിട്ട്. അപ്പോൾ ആ ചീര ഇനി ഒടിച്ച സൈഡിലെല്ലാം കുത്താനുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ മഴ നന്നായിട്ട് പെയ്തിട്ട് നമുക്ക് ചീരയൊക്കെ ഒടിച്ച് കുത്താം. അപ്പം നമുക്ക് മീൻകറി വെക്കാനെല്ലാം അരിഞ്ഞ് പെറുക്കി വരട്ടെ. അപ്പോൾ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകെല്ലാം കൂടെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. മീൻ കഷ്ണങ്ങളൊക്കെ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് മസാലയൊക്കെ ഇട്ട് ഫിഷ് കഷ്ണങ്ങൾ അതിനകത്തേക്ക് മാറ്റാൻ. അപ്പോൾ അത് നമ്മൾ പുളി മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് ഇനി നമുക്കിതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. അപ്പോൾ ദാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു മാമ്പഴ പുളിശ്ശേരി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുക്കിംഗ് വീഡിയോസ് ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പം ഷോർട്ട് വീഡിയോ എല്ലാവരും കയറി കാണണം. ലോങ് വീഡിയോയിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറ. ഇപ്പം ഷോർട്സിലൊരു പാട്ടൊക്കെ ഇട്ടങ്ങടെ ഉണ്ടാക്കി കഴിയുമ്പോൾ കടിച്ച ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാ ഒരു മാമ്പഴ പുളിശ്ശേരി കൂടി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് നമ്മുടെ ബീഫ് കറിയാണ്. പിന്നെ നമ്മുടെ ചീര തോരൻ കൂടി ഉണ്ടാക്കാനുണ്ട്. ചീര എനിക്ക് അരിഞ്ഞെടുക്കണം. ബീഫാണെങ്കിൽ ചേട്ടൻ്റെ ഏരിയയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് ചേട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തോണ്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ കുക്കർ കൂ ചേട്ടോ ചേട്ടോ ഇങ്ങനെ വിളിക്കും. അപ്പോൾ ചേട്ടൻ വന്നത് മാറ്റിയിട്ട് ചേട്ടൻ കടുക് ഉലുവയെല്ലാം പൊട്ടിച്ചങ്ങ് ചേർക്കും. എന്താ ചേട്ടാ ചേട്ടാ എന്താ എൻ്റെ അല്ലേ? നമ്മുടെ രണ്ടുപേരുടെ അങ്ങടെ രണ്ടാമത്തെ ഈസ്റ്ററാ. അപ്പം ഞാൻ ചീര തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചീരത്തോരൻ പെട്ടെന്ന് റെഡി ആകും. അത് കഴിഞ്ഞ് ബീഫ് കറി റെഡി ആവുള്ളൂ. നമ്മൾ കറികളൊക്കെ ഇന്നുണ്ടാക്കി വെച്ചാലും നമ്മൾ കള്ളപ്പം ചൂടാന്നാണ് വിചാരിക്കുന്നത്. കള്ള ഇരിപ്പുണ്ട് കേട്ടോ. ഇത്രയും കള്ള ഇരിപ്പുണ്ട്. അപ്പം കള്ളപ്പം ഈസ്റ്ററിൻ്റെ നാളത്തേക്കാണ് നമ്മൾ ബാക്കി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ചോറങ്ങ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ഇപ്പം രാവിലെ പോലെ തുടങ്ങിയതാണ്. ഞാൻ ഈ നേരം വരെ ഇരുന്നിട്ടുമില്ല. മുടിയൊക്കെ ഇരിക്കണമൊക്കെ എല്ലാം കെട്ടിയതൊക്കെ ഒരുമാതിരിയായി. ഡാൻസ് കുറച്ചു നേരം കളിക്കും, പിന്നെ കുറച്ചു നേരം കോഴിയുടെ അടുത്ത് പോവും, കുറച്ചു നേരം പട്ടിയുടെ അടുത്ത് വരും, കുറച്ചു നേരം പൂച്ചയുടെ അടുത്ത് പോവും. ഇങ്ങനെ ഡാൻസ് ബോറടിച്ച് ഓടി നടക്കുവാണ്. എനിക്ക് ചീരത്തോരനും കൂടി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണം. ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ്, പിന്നെ ഇതാണ് നമ്മുടെ ബീഫിലിച്ചിരി വെള്ളം കൂടി വറ്റാനുണ്ട്. കറിയൊക്കെ അടുത്ത് വളമ്പോ അമ്മച്ച സുന്ദരമായിട്ടിരിക്കുക. അമ്മച്ചി കൈയിട്ട് വാരി എന്നത്തിനാ? അമ്മച്ചി കൈയിട്ട് വാരുന്നതിന് മുമ്പ് കറിയൊക്കെ വളമ്പണ്ടേ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീക്കിയൊക്കെയാ മീൻകറി മീൻകറി അത് മതിയാ? ചീര മതിയാ? നിനക്ക് ചീര വേണോ? നിനക്ക് എന്നാ വേണ്ടതാ? ബീഫ്? എനിക്ക് ഇച്ചി മതിയെന്നോ? ഇച്ചി നിനക്ക് ഇച്ചി മതിയില്ലേടാ? ഇച്ചി ഞാൻ ഈ നേരം വരെ ഇരുന്നിട്ടില്ല. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഇത്ര ഇച്ചി തിന്നുവാടാ? അടുത്ത് വെക്കടാ. അമ്മച്ചി നേരത്തെ തുടങ്ങി. എങ്ങനെയുണ്ട് എൻ്റെ കറിയൊക്കെ? അമ്മച്ചിയോടെ ചോദിച്ചേ. എൻ്റെ കറി ഏറ്റവും നല്ലത് ഏത് കറിയാ? മാങ്ങക്കറിയോ? നല്ലതാണോ? അപ്പം അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ മാമ്പഴ പുളിശ്ശേരി. ഞാൻ മാത്രം കറിയൊന്നും എടുത്തില്ലേ? ചേട്ടാ ഇവിടെ ഇറച്ചി അടപ്പത്തുണ്ടേ. അത് ഓറായിട്ട് വെന്ത് പോകില്ല ചേട്ടാ. ഞാൻ കറിയൊന്നും എടുത്തില്ലാവേ. ഞാനിവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു. ചേട്ടാ ചേട്ടൻ അല്ലാതെ ഒന്നിച്ച് കുഴച്ചാ പിന്നെ അങ്ങനെ ഓരോ കറിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? മാമ്പഴ പുളിശ്ശേരിയാണ് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. ഇറച്ചി മീനും ചീര ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും. പിന്നെ വെറൈറ്റി വലിയ കാലത്ത് ഉണ്ടാക്കുന്ന ഒന്നാ മാമ്പഴം. ഞാനിവിടെ വന്ന് 2 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് മാമ്പഴ പുളിശ്ശേരി. ഞാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ശരിക്കും വന്നിട്ടുണ്ട്. കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയത്. കോവിലകങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരി. അതിൻ്റെ റെസിപ്പി വേണ്ടവർ ഷോർട്സ് വീഡിയോ ഒന്ന് നോക്കുക, ഇപ്പം കിട്ടും. അപ്പം നേരമൊക്കെ ഇരുട്ടി തുടങ്ങി. ഞങ്ങൾ വെറുതെ തൊടുപുഴയിലേക്കൊന്ന് വന്നതാണ് ഈസ്റ്റർ കോടി എടുക്കാനായിട്ടാ. ഈസ്റ്റർ കോടി, വിഷുക്കോടി എന്നൊക്കെ പറയും പോലെ. നല്ലൊരു ദിവസമല്ലേ, ഉയർപ്പിൻ്റെ ദിവസം. അപ്പോൾ നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിരിക്കാം. വീട്ടിലിരിക്കുകയാണെങ്കിലും വീട്ടിലിരുന്ന ഡ്രസ്സാണേലും വെളിയിൽ കൊണ്ടുവന്ന ഡ്രസ്സ്
ആണെങ്കിലും നല്ലൊരെണ്ണം പുതിയതൊക്കെ ഇട്ട് നമ്മൾ പുതിയതാകാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അങ്ങനെയല്ലേ, പുതിയൊരാളായിട്ട്. ഇപ്പൊ നമുക്ക് പുതിയവരായിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിരിക്കാം അല്ലേ ചേട്ടാ? അപ്പൊ നമ്മളിന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ചേട്ടൻ്റെ ഏറ്റവും പെങ്ങളുടെ ഹസ്ബൻഡും 4 കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല പേര് കിട്ടിയിട്ടുണ്ട്. എന്താണേലും മാമ്പഴ പുളിശ്ശേരി റെസിപ്പി നിങ്ങൾ നമ്മുടെ ഷോർട്സിനകത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് തൊടുപുഴ പോയിട്ട് ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് വരാം. നമ്മൾ തൊടുപുഴ സീമാസിലേക്കാണ് പോകുന്നത്. നമ്മളെപ്പോഴും സീമാസിൽ പോയിട്ട് ഡ്രസ്സൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്നത് എനിക്കിഷ്ടമാണ്. അവിടുത്തെ ഡ്രസ്സൊക്കെ എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ഡ്രസ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ സീമാസിൽ പോകാറുണ്ട്. മഹാറാണിയിലും കുളുങ്ങോട്ടിലും എല്ലായിടത്തും പോകാറുണ്ട്. എന്നാലും പൊതുവെ സീമാസിൽ പോകാറുണ്ട്. പിന്നെ നമ്മൾ ടോപ്പ് മാത്രം വാങ്ങുവാണെങ്കിൽ നമ്മൾ ടോപ്പ് കടയിൽ പോകാറുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മളപ്പോൾ അതേ തൊടുപുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. സീമാസിൽ ആൻസൂട്ടൻ ബില്ല് പേ ചെയ്യാനായിട്ട് പേ ചെയ്യാനല്ല, ബില്ല് വാങ്ങാൻ പോയേക്കുക. ആൻസൂട്ടനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അമ്മച്ചിക്ക് നൈറ്റി എടുത്തു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആൻസൂട്ടനെ. ചിരിച്ചോ? ചേട്ടനെ ഫോട്ടോ എടുക്കാൻ നിർത്തിയതാ. ചേട്ടൻ്റെ വീഡിയോയും പിടിച്ചു വിട്ട്. ഫോട്ടോ അല്ല, സൂപ്പർ ഫോട്ടോയാ. അപ്പതേ നമ്മൾ സീമാസിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിട്ടാ. ഒരുത്തൻ ഇവിടെ ചുമട്ടുതൊഴിലാളിനായിട്ടാണ്. ചുമട്ടുതൊഴിലാളി ആരുടെയും കൈ കൊടുക്കൂല. ഇന്നെന്താ ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ട ആൻസിന്. ഗ്ലാസ് ആയിരിക്കും. അപ്പോൾ അതെ സീമാസ് വെഡിങ് കളക്ഷൻസിൽ നിന്നും നമ്മളിതാ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് വീട്ടിൽ ചെന്ന് വാങ്ങിയത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നല്ല തിരക്കാണ്. അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ ഉള്ളത് കേട്ടോ. വിശാലമായ കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് അണ്ടർഗ്രൗണ്ടിൽ. നിനക്ക് അങ്ങാ സൈഡിൽ നിന്ന് കയറാറുന്നല്ലോടാ. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് തിങ്ങി ഞെരുങ്ങി കയറിയേ? നോക്ക്. ഓ യവൻ ആരടാ? സമ്മാനം എനിക്ക് ഞാൻ ഗ്ലാസ് ഗ്ലാസ് ചിലപ്പോ ഒരു കപ്പ്. എല്ലാം സെയിം അല്ലേ? എല്ലാം സെയിം അല്ല. ഗ്ലാസ് വേറെ, കപ്പ് വേറെ. അത് പറ്റത്തില്ലേ? ഞാൻ മഗ്ഗിലേക്ക് മാറ്റി. ആ തുറന്നു നോക്കിട്ട് പറയുവാണേ. നല്ലൊരു കപ്പ് കാണിച്ചേ. അപ്പൊ എനിക്ക് ചായ കുടിക്കാനായി. അല്ല എനിക്ക്
ക്രിസ്മസ്. നല്ല വലിയൊരു കപ്പ് ഇട്ടത്. ചേട്ടന് കപ്പില്ല എന്നുള്ള പരാതിയായിരുന്നു. ചേട്ടന് കപ്പായി, ചേട്ടന് കപ്പായി, പപ്പയ്ക്ക് കപ്പ്. ഇഷ്ടംപോലെ കപ്പ് ഇരിപ്പുണ്ട്. ആ എന്നാലും എന്നാ ഇപ്പൊ ആരും ഇത് ഇപ്പൊ എല്ലാരും അറിയില്ല. ആ ചേട്ടാന്നൊക്കെ പറഞ്ഞ് വിണ്ടറാണ്ടല്ലോ. അടിപാടുന്നൊന്നൊരു പെണ്ണ്, അടിപാടുന്നൊരു പെണ്ണ് വന്നില്ലേ, ആ ചേട്ടാന്ന് വിളിച്ച. ചേട്ടൻ അന്നേരം ഇങ്ങനെ അന്തം വിട്ട് കുന്തം മുഴുകി നിൽക്കുക. ആ ചേട്ടനെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. അപ്പതേ നമ്മള് പോയിട്ട് വന്നോട്ട് കടയിലൊക്കെ പോയി വന്ന വഴി ഞാനങ്ങ് കുളിക്കാൻ കയറുക ചെയ്തത്. കാരണം ഞാൻ കുളിച്ചിട്ടല്ല പോയത്. അതുകൊണ്ട് ഞാൻ വന്ന വഴി അങ്ങ് കുളിക്കാൻ കയറി. പിന്നെ അങ്ങനെ പോയി നമ്മൾ വന്ന വഴി സാധനങ്ങളൊക്കെ വാങ്ങി വന്ന വഴി നമ്മൾ മുട്ട വാങ്ങാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ട ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ മുട്ട വാങ്ങാൻ നിർത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടാൻ സൗണ്ട് വേറെ ആവും. അപ്പോൾ മുട്ട വാങ്ങാൻ ഉള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ സിയ ഗാർമെൻറ്റ്സ്, ടോപ്പ് കട ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ഒരു ചുരിദാറുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഡിസ്പ്ലേക്ക് എടുക്കുന്ന ചുരിദാറൊക്കെ കണ്ടാൽ പോയി നോക്കാറൊക്കെ ഉണ്ട്. ഒരു യെല്ലോ ചുരിദാറാണ് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്തുകൊണ്ടോ ആ ചുരിദാർ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടനത് ആദ്യം കണ്ടപ്പോൾ തന്നെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ വേറൊരു ചുരിദാർ, എനിക്ക് ഈ കളർ ഇപ്പോൾ ഒത്തിരി ആയല്ലേ, എനിക്കിപ്പോൾ ഈ കളർ ഒത്തിരി ഉണ്ട്, മുന്തിരി കളർ എനിക്ക് ഒത്തിരി ഉണ്ട് ഈ കളറ്. പക്ഷേ ഇത് അംബ്രല്ലയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു ഡിസൈനും ഒരു വെറൈറ്റിയാണ്. കഴുത്താണെങ്കിൽ ഒത്തിരി ഇറങ്ങിയതൊന്നുമല്ല, മൊത്തം ഒരു ഇലയാണ്, രണ്ടില ചിഹ്നത്തിലോട്ട് നൽകുക. അങ്ങനെ രണ്ടില ചുരിദാർ വാങ്ങിച്ചു. അപ്പോൾ പറയുണ്ടാവും. പിന്നെ ചേട്ടൻ എടുക്കാനില്ല, മാടി ഒന്ന് വേഗം എടുത്താൽ ഞാൻ ഇത് എൻ്റെ പൊന്നോ ഇരുമിറ്റ് ഇട്ടോണ്ട് വേണമെന്ന് എന്നാ പറയാനാ. ഒന്ന് നോക്ക, ആൻസിന് ഇടാൻ പോണ പാൻറ്റാണ് കേട്ടോ ഇത്. സൂപ്പർ ബാഗിയാണിത്, സൂപ്പർ ബാഗ്. ഇവിടെ നിന്ന് ഒരു എക്സ്ട്രാ തുണിയും കൂടെ കൂട്ടി പിടിപ്പിച്ച് വെച്ചേക്കുക. നീ ഇതൊക്കെ ഇട്ട് നടക്കണം, ആൻസിനെ കാണാൻ പറ്റൂ കേട്ടോ. ഇത് ഒരുമാതിരി പാവാട പാൻറ് എന്നൊക്കെ പറഞ്ഞത് ഇതിലും ഭേദമായിരിക്കുവേ. എന്നാ നോക്ക, സൂപ്പർ ബാഗി. പിന്നെ 2-3 ചുരിദാർ പീസുകളാണ് കേട്ടോ. പക്ഷേ ഇത് സാരി ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ അങ്ങ് വാങ്ങിയതേ ഉള്ളൂ. അതിൽ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അപ്പം ഇതൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കളറ് നീല സാരി ഇടാം, ഈ കളർ ഉണ്ടെങ്കിൽ അതിടാം, ഈ കളർ ഉണ്ടെങ്കിൽ ഇടാം, യെല്ലോ ഇടാം. അപ്പം അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ, ഏതിന് വേണമെങ്കിലും ഇടാം. പിന്നെ ഇത് എനിക്ക് ഇതുപോലൊരു സാരി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് വേണമെങ്കിൽ ഇതും ഇടാം. പിന്നെ ബ്ലാക്ക് കളർ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. അങ്ങനെയൊക്കെ ആയിട്ടങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ലൈനിങ് ഒന്നും ഇതിന് ആവശ്യമില്ല, അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ഇത് ആൻസ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഇത്. എടാ ഇതൊന്ന് കാണിക്കാൻ പാടാ, നീ എന്നെ നഖം വെട്ടിക്കൊണ്ട് നിൽക്കണം. ഇവനെ ചില സമയത്തെ ഇപ്പം ഇവൻ ഈ മാറി നിൽക്കണതിന് കാരണം എന്നാണെന്നറിയാവോ? നമ്മളിപ്പം വീട്ടിൽ വന്നിട്ടൊരു 9:15 ഉള്ളൂ. 9:15 എപ്പോഴൊക്കെയല്ലേ വന്ന വഴി അവന് ഇരുട്ടത്ത് അവൻ അങ്ങ് കോഴിയുടെ നെറ്റിനകത്തേക്ക് പോയി. കോഴി മുട്ടയിട്ടോ നോക്കാൻ പോയതാണെന്ന് പറഞ്ഞ് അതിന് അവന് വഴക്ക് പറഞ്ഞു. നാളെ അവന് ദൈവം രക്ഷപ്പെടുത്തിയതാ. എപ്പോഴും പോയി ഇരുട്ടത്ത് പോയിട്ട് അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്നും കരുതിക്കൊണ്ട് അത് ഇരുട്ടല്ലാതെ ആകുമൊന്നുമില്ല, രാത്രി അല്ലാതെ ആകുമല്ലോ. ഈ സാധനം വന്ന് എവിടെയെങ്കിലും പങ്ങി കിടന്ന് എങ്ങനെ അറിയും? ഇത് വന്ന് ഈ മുറ്റത്ത് എവിടെയെങ്കിലും വന്ന് കിടന്നപ്പോഴും നമ്മൾ പെട്ടെന്നൊന്നും മനസ്സിലാക്കൂല, അല്ല തടിയും കിടക്കണമെന്ന് ഓർക്കുള്ളൂ. ഇവൻ ഇറങ്ങി നിന്നിട്ട് ഇരുട്ടത്തേക്ക് പോയി. എല്ലാം കണ്ട് പേടിച്ചാൽ എന്ത് ചെയ്യും? അതിന് ഇവനെ വഴക്ക് പറഞ്ഞു. ആ വഴക്ക് പറഞ്ഞല്ലോ, എന്തായാലും തെറ്റുണ്ടോ എന്ന് പറ, നീ പറ, എന്ത് തെറ്റാ? നിനക്ക് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണില്ലേ? മാറി പോണോക്കെ നിന്റെ ഉടുപ്പ് നീ തന്നെ കാണിച്ചു കൊടുക്കാം. ഇത് ഭയങ്കര സെറ്റപ്പ് ഉടുപ്പുകളാണ്. ഇപ്പൊ വളരെ വില കൂടിയെടുത്ത ഡ്രസ്സുകൾ ഇവനാട്ടോ ഞാൻ എടുത്തു കൊടുത്തതാണ്. എന്നാലും നീ നന്നായിട്ട് നടക്കട്ടെ എന്ന് ഓർത്തു. ഇത് വേറെ ഒരെണ്ണോട് എടുത്തില്ലടാ, നീല എടുത്തില്ലായിരുന്നോ? ഞാൻ എടുക്കാൻ പറഞ്ഞത് തന്നില്ലായിരുന്നോ?
ഇതൊരു ഉടുപ്പാട്ട് ആൻസിന് എടുത്ത് കൊടുത്താൽ നല്ല രസമുണ്ട്. ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ വെച്ചത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്ര കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ കുഴപ്പമില്ല ഒന്നിച്ചിടാന്ന് തോന്നണം. നിന്റെ ഉടുപ്പുകളൊക്കെ നീ മടക്കി കൊണ്ട് വെച്ചേ. നിന്റെ അലമാരിയിൽ വെക്കാൻ വേണ്ടി നീ മടക്കി വെക്കുന്ന നിന്റെ ഉടുപ്പൊക്കെ മാറ്റി വെക്കാം. അതിൽ വെക്കണ്ട ചേട്ടാ, ഉള്ളി വെക്കണ്ട. അവൻ അലമാരി കൊണ്ട് വെക്കട്ടെ. ഇത് പിന്നെ ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ. കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോലെ നമുക്ക് വാങ്ങണതാണ്. ഇതൊരു യെല്ലോയാണ്. യെല്ലോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ യെല്ലോ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. എനിക്ക് യെല്ലോ ഉണ്ടായിരുന്നൊക്കെ പഴയതായി. അപ്പം ഇതതിൻ്റെ ഷോളാണ് കേട്ടോ. വിടർത്തിയൊന്നും കാണിക്കണമൊന്നുമില്ല. അപ്പം അതിൻ്റെ ഷോളാണ്. പിന്നെ അതിൻ്റെ ബോട്ടം. ഇങ്ങനെ കാണിക്കോ? നീ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കാർക്കാം. ഇത് ഇവന് പാൻറ് വീട്ടിടാനാണോടാ? പിള്ളേർക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. ഇതുപോലെ തന്നെ 5ാമത്തെ പാൻറ്. എന്നിട്ട് ഇത് വീട്ടിടാനെന്ന് പറഞ്ഞ് വാങ്ങി വല്ലയിടത്ത് കൊണ്ടുപോകാൻ എടുത്താൽ ഞാൻ പറയാം. അവള് കാണാൻ വേറെ എടുക്കാം. ആൻസിന് ഒത്തിരി ഏറ്റവും കൂടുതലോടൊപ്പം വാങ്ങിച്ചു കൊടുത്ത ആൻസിനാണ് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. ഇത് നീ എപ്പോഴാ ഇടണ്ടേന്ന് അറിയാവോ? ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ ഇതൊരു നൈറ്റി എടുത്താണ്. 2 നൈറ്റ് വാങ്ങിയത് എനിക്ക്. ഞാൻ നൈറ്റ് വാങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. അപ്പോൾ ഇതിൻ്റെ കൈയൊക്കെ വെട്ടി കുറയ്ക്കണം. ഇത്രയും കൈ എനിക്ക് ആവശ്യമില്ല. എനിക്ക് കൈയുള്ളത് ഇഷ്ടമാണ്. ഇതാണ് നൈറ്റി. ഒന്ന് ബ്ലാക്ക് നൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഒരു നൈറ്റിയാണ്. ഇത് വാങ്ങിയത് ഇത് ആ മുന്തിരി കളറിലെ. എന്തോ എനിക്കിപ്പോൾ ഈ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. മുന്തിരി ജ്യൂസൊക്കെ വാങ്ങി വെച്ചേക്കുക. ഇത് അമ്മച്ചിക്ക് വാങ്ങിയ നൈറ്റിയാണ് കേട്ടോ. ഇത് അമ്മച്ചിക്കാ ഇത് അമ്മച്ചിക്ക് വേണ്ടി വാങ്ങിയ നൈറ്റിയാണ്. അമ്മച്ചി ഇങ്ങനത്തെ റെഡ് കളറൊക്കെ ഇടുള്ളൂ. അമ്മച്ചിക്ക് ബ്ലൂ കളറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അമ്മച്ചിയൊന്നും ഇടൂല. അമ്മച്ചി ബ്ലൂ നൈറ്റൊക്കെ അമ്മച്ചി കിടക്കണ കട്ടിലേക്ക് ചുമ്മാ ഇങ്ങനെ വിടർത്തി വിരിച്ചിട്ടേക്കും. അമ്മച്ചി വിരിച്ചൊക്കെ കിടക്കുള്ളൂ. എന്നാലും അതങ്ങ് കൊണ്ടു കൊടുത്തേരെ. കൊള്ളൂലാത്താന്നാ? എടാ നീ മാറിയിക്കണം. അമ്മച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ വിളിക്കണ്ട. എടാ ഞാൻ കൊണ്ടു കൊടുക്ക. എടാ ഞാൻ കൊണ്ടു കൊടുക്കാൻ കടക്കടോടെ പോയി ശല്യം. അമ്മച്ചിക്ക് വാങ്ങിയ നൈറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഒത്തിരി നേരം പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ഇനി അടുത്തത് അത് നമ്മളിന്ന് പോയി കുറച്ചൊക്കെ വാങ്ങിച്ചു. വേഗം ചേട്ടന് വേണ്ടി വാങ്ങിയത്. പുറകിലും മുമ്പിലൊക്കെ പാൻറ്റുണ്ട്. പോക്കറ്റ് ഇത് ചേട്ടന് വാങ്ങിയതാണോ? ടൈറ്റാണോ ഇതാ? എനിക്ക് തരില്ല. ദിവനം വരെ ചേരുള്ളൂ. പിന്നെ ഇത് എനിക്കിടാനാന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാ. ഇത് ചേട്ടന് ഓർമ്മയാണ് എടുത്തുള്ളൂ. ഇതിപ്പോ അവന് ചേരുണ്ടോ? മിക്കവാറും ഇത് ചേട്ടനിട്ടുണ്ടാവും. ചേട്ടനെടുത്ത് കൊടുത്താണ് കേട്ടോ. ഇത് നല്ലതാണെന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ഇഷ്ടത്തിൽ വാങ്ങിയതാ. ഞാൻ വാതിലെടുത്തിട്ട് വേണം. ഇതാ ഈ കളർ നല്ല ലാവണ്ടർ കളറാണ് കേട്ടോ. ഇതിലങ്ങനെ കണ്ടാൽ തോന്നുമൊന്നുമില്ല. ഇതാ ഇതുപോലെ നല്ലൊരു കളർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേട്ടനെടുത്ത ഷർട്ടല്ല, ലൈറ്റ് ഷെയ്ഡ് ഷർട്ടുകളാണ് കേട്ടോ എടുത്തത്. ഞാൻ അത് ചേട്ടൻ ഒരു പാൻറ് എടുത്തോളൂ. അതിനകത്ത് പാൻറ് ഉണ്ടോ? ചേട്ടൻ ഒരു പാൻറ്റാണ് എടുത്തോളൂ. ഒരു പാൻറ്റാണ് എടുത്തോളൂ. അത് ഓർമ്മയാണ് ചേട്ടൻ എടുത്തോളൂ. അതെ ഞാൻ എടുത്തോല്ല. അതെന്നാ ഇതേ ആരിട്ടൊന്നുമില്ല. അത് ചാടുന്നു. ഞാൻ പാനിട്ടൊന്നും പുറത്തൊന്നും പോകുന്നില്ല. പിന്നെ ചേട്ടന് നമ്മുടെ മുണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഇപ്പൊ കറുത്ത മുണ്ടിന്റെ ആരാധകനായി മാറിയേക്കുവാണ്. അപ്പൊ ഇതൊരു കറുത്ത മുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഡ്രസ്സിന്റെ ആണ് കേട്ടോ.
ഇത് കിറ്റക്സിൻ്റെ അത് ആ ചേട്ടനെ മലയാറ്റൂർ പോകുമ്പോൾ ചേട്ടൻ ഇതായിടണേന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കളറൊരു ഇതുണ്ടല്ലോ, ഈ കളറൊരു ബനിയനല്ല, ഷർട്ട്. ആ ഷർട്ട് ഇട്ട ഈ ഷെയ്ഡുള്ള ഷർട്ടില്ലേ, ബ്ലാക്ക് അല്ല, ഈ കളർ ഷെയ്ഡുള്ള ഒരു ഡബിൾ ഷെയ്ഡുള്ള ഷർട്ട് നല്ല പുതിയതായിട്ട് വാങ്ങി. ഞാൻ പറഞ്ഞ അവിടുത്തെ നല്ല ലുക്കാണ്. ആ ഷർട്ട് ഇതിന് ചേരും. പിന്നെ ഇത് ഒരു സാരിയാണ് കേട്ടോ, കുത്താരി. എന്നാടാ പിടിച്ചേടാ, എനിക്കത് ഉടുത്താൽ ഉടുത്തോടത്ത് കിടക്കും എന്ന് തോന്നി ഞാൻ എടുത്തൊരു സാരി. എനിക്കിങ്ങനെ അകന്ന പൂക്കളുള്ള പണ്ടത്തെ മോഡൽ പോലെയുള്ള സാരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സാരി ആണെങ്കിൽ ഇതിന് റോസ് കളർ ബ്ലൗസോ അല്ലെങ്കിൽ ഈ കളർ ബ്ലൗസൊക്കെ ആണെങ്കിലും ഇടാൻ നല്ലതായിരിക്കും. പിന്നെ എടുത്തത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇതൊരു പട്ട് സാരിയാണ്. ഈ കളർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട വഴി ഇതെടുത്തപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു, കോളേജിലൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഇത്രയും കൂട്ട സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് നമ്മൾ പിന്നെ കാറിലിരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കപ്പാണ് പിടിച്ചേ. അപ്പം താങ്ക് യു സീമാസ് വെഡിങ് കളക്ഷൻസ് തൊടുപുഴ കൊല്ലം. സീമാസ് വെഡിങ് കളക്ഷൻസ് തൊടുപുഴ കൊല്ലം. കൊല്ലത്ത് മാത്രമാണെന്ന് തോന്നണം ഇത് കൊടുക്കുന്നത്. അല്ല, മൂവാറ്റുപുഴയൊക്കെ ഉണ്ട്, പെരുമ്പാവൂരൊക്കെ ഉണ്ട്, അങ്കമാലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ സീമാസിൽ നിന്നുമാണ് നമ്മൾ വാങ്ങിയത് നമ്മുടെ ഡ്രസ്സൊക്കെ. അപ്പം അവർ ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദുഃഖ ശനിയാഴ്ചത്തെ വീഡിയോ. ഈസ്റ്റർ പർച്ചേസിങ് ആയിരുന്നു, ഈസ്റ്റർ ഡ്രസ് പർച്ചേസിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.